ഒരു റൗണ്ടിലേക്ക് വാ. പ്രത്യേകിച്ചൊരു കപ്പിൾസ് വരുമ്പോൾ 1-2 റൗണ്ട്സ് ആവശ്യമാണ്. 2-3 റൗണ്ട് ഉണ്ട്. ഓക്കെ, പോയിന്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ റീസണും പറയണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാം. ഓവറായിട്ട് ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ആരായിരിക്കും? അങ്ങനെ ഇൻസിഡന്റ് പറയാനുണ്ടോ? തുടങ്ങിക്കോ. നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ ആലോചിച്ച് കൂട്ടി അങ്ങനെ പറയാനെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അങ്ങനെയാ. ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ട് ഗ്രേസിന്. അപ്പം ഷൂട്ടിന്റെ കാര്യം മെയിൻ ആയിട്ട്. അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡേറ്റിന് മുമ്പ് തീർക്കേണ്ട കാര്യങ്ങൾ, ആ ഡേറ്റ് കഴിഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ സിനിമയുടെ കാര്യമല്ലേ, അടുത്ത മിനിറ്റിൽ വിളിച്ചിട്ട് പറയും ആ ഇത് ക്യാൻസലായി വേറെ. അപ്പൊ ഞാൻ പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് മുഴുവൻ പോയല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നേന്ന് തുടങ്ങും. അങ്ങനെ അപ്പൊ ഇതിന് ഫുൾ ഞാൻ എബിയെ ശല്യപ്പെടുത്തും. അതാണ് മെയിൻലി ഓവർ തിങ്ക് ചെയ്യണത്. എന്ത് കാര്യം ഭയങ്കര പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച് അത് കറക്റ്റ് ആയിട്ട് നടക്കൂല. ഇപ്പൊ ഗ്രേസ് ഒരു ഇത്ര ദിവസം കഴിയുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമെന്ന് പ്ലാൻ ചെയ്താലും ഒന്ന് മേഘം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഷൂട്ടിന് അതിനനുസരിച്ചുള്ള ഡിലേ വരും. അപ്പം ചിലപ്പോൾ ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പൊ എനിക്കാണേലും ഓക്കെ ഞാനെന്നാ നമുക്ക് ഇന്ന ദിവസം പുറത്ത് പോകാമെന്ന് വിചാരിച്ചാലും പെട്ടെന്നായിരിക്കും അതെ ഇന്ന പാട്ടിന്റെ ആ ബീജിയിൽ ഒരു കറക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് ഷൂട്ടിനുള്ളതാണെങ്കിൽ നമുക്കത് തീർക്കാതെ ഇറങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുന്നോണ്ട് ഈ ഓവർ തിങ്കിങ് അയ്യോ അതങ്ങനെ ആ വഴിക്കങ്ങ് പോകും. അത് എന്ത് കാര്യം എടുത്താലും ഉണ്ട്. പോലീസുകാരുടെ കാര്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് എപ്പോ വേണേലും കാര്യങ്ങൾ പെട്ടെന്ന് രണ്ടുപേരും ഈ ട്രാക്കിലായതുകൊണ്ട് മനസ്സിലാവും. അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഫ്രീ ദിവസമാണ്, ഇന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിചാരിക്കില്ല, ഒട്ടും വിചാരിക്കില്ല. നിർബന്ധിക്കും. രണ്ടുപേരും ഇല്ല. ഓക്കെ, എപ്പോഴും എന്തെങ്കിലും കുറച്ചോണ്ടിരിക്കുന്ന ആള്. അടുക്കള പോയിട്ട് അങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കാണി എടുത്തിട്ടും തിന്നും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണി എടുത്തിട്ടും കഴിയും. പെട്ടെന്ന് പറയണം, ഞാൻ ചെയ്യണം നോക്കിട്ടല്ല. കൂടുതൽ പൊസസീവ് ആരാണ്? ഒരു ചെറിയ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓ ഗോഡ്, എന്റെ മുമ്പേ പറഞ്ഞിരുന്നു എന്റെ സിസ്റ്ററിന്റെ കുട്ടി നോറ. അപ്പൊ അവളുടെ ഫാദർ സിംഗപ്പൂരാ. അപ്പം അവള് ഇപ്പം കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഇവള് ഞാനുമായിട്ട് അവൾക്കിപ്പോ 2.5 വയസ്സുള്ളു. അപ്പം അവളുടെ ഒരു അപ്പന്റെ എന്ന് പറഞ്ഞുള്ള ഒരു അറ്റാച്ച്മെന്റ് ഞാനുമായിട്ടാ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇവിടെ ചിലർക്ക് ഭയങ്കര അസൂയുണ്ട്. ഞാൻ അവളോടും പറയും കേട്ടോ, കൊച്ചിനോട് പറയും, എല്ലാരോടും പറയും. അത്ര വേണ്ട. ഒരു വഴക്കുണ്ടാവുന്നു, തിരിച്ച് ആദ്യം കോംപ്രമൈസിന് വരുന്ന ആരായിരിക്കും? രണ്ടുപേരും. എത്ര നേരം നീണ്ടേക്കും? ചെറിയ വലിയ പിണക്കങ്ങളൊക്കെ ആണല്ലോ. മറവി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വഴക്കുണ്ടാക്കിയത് മറന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഓർക്കണം വഴക്കായിരുന്നല്ലോ. അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാണത്. കൂട്ടുകാരികളോടൊക്കെ വഴക്കിട്ടാലും ഞാൻ മറന്നു പോകും വഴക്കിട്ട കാര്യം. അത് പക്ഷെ ഭയങ്കര ഗുണമായത് ഇപ്പോഴാണ്. അല്ല പിന്നെ എന്താ വെച്ചാൽ ഗ്രേസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഐ മീൻ ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന ഒഫീഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ തന്നെ സംസാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പിണക്ക് ആയിട്ടിരിക്കുവാണേലും അതെ ഇന്ന ദിവസം ഇന്നൊരു സംഭവം ഇത് മറ്റേ ലെറ്റർ ഹെഡിൽ കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇത് അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ എന്തായാലും വിളിക്കേണ്ടി വരും. പറ്റൂല. അപ്പൊ പിന്നെ ആ പിണക്ക് അറിയാതെ പൊക്കോളും. ഓക്കെ, നിങ്ങൾ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആരാണ് നിങ്ങൾ രണ്ടുപേരില്? അത് ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. അതെ, അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നില്ല. മോർ റൊമാൻറ്റിക്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പോയിട്ട് അതെങ്ങനെയാ പറഞ്ഞേ? മറ്റേ ലില്ലിക്കുട്ടി നാഗേന്ദ്രൻ ഹണിമൂണില് എനിക്ക് എന്നെ ഇഷ്ടമാണ് ഒറ്റച്ചാട്ടം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഇത്ര വർഷമായില്ലേ. സത്യം പറഞ്ഞാൽ അത് ഓർമ്മയില്ല. പക്ഷേ പിന്നെ സീരിയസ്ലി കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല, നേരത്തെ പറഞ്ഞിട്ടില്ലേ മറവിയുണ്ട്. മറന്നുപോയി ആ ദിവസമൊക്കെ? ദിവസമല്ല, മെസ്സേജിലായിരുന്നു പറഞ്ഞത്. 10 വർഷമായില്ലേ ഏട്ടാ. ഓക്കെ, ഓർമ്മയില്ല. ഓക്കെ, കൂടുതൽ ക്ഷമയുള്ള ഒരാള്. ക്ഷമ കെടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എബിയിൽ കണ്ട ഒരു വലിയ ക്വാളിറ്റി അത് തന്നെയാ. ഭയങ്കര ക്ഷമയാണ്. അതായത് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര തവണ ചോദിച്ചാലും ആദ്യം പറഞ്ഞ അതേ സൗമ്യതയിൽ അതേ സമയം എടുത്ത് അതേപോലെ പറഞ്ഞു കൊടുക്കും.
അത് ഭയങ്കര ഇപ്പൊ എനിക്ക് വഴി എന്ന് പറഞ്ഞ സാധനം എന്റെ ഡിക്ഷണറിയിലില്ല. ഗൂഗിൾ മാപ്പിനെ വഴി തെറ്റിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നത് തൊട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ ക്ഷമ. അതിന്റെ ഒരു അംശം പോലും എനിക്കില്ല. ഗൂഗിൾ മാപ്സും വെച്ച് എന്നെ കൂടെ ഫോൺ വിളിച്ചോണ്ടാണ് പോകുന്നത് ഇങ്ങോട്ടേലും, വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു പോവാണെങ്കിൽ. അതോടെ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴി പഠിച്ചത് എനിക്ക് 4 മാസം കൊണ്ടെടുത്തു. എന്റെ വീട്ടിലേക്കുള്ള സ്വന്തം വീട്ടിലേക്കുള്ള വഴി, വീട് മാറി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊന്ന് പറഞ്ഞ വണ്ടിയിൽ കയറി ഒന്ന് പോയാൽ മതിയല്ലോ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എടുത്തു. ഇപ്പൊ പുതിയ വീട്ടിലേക്ക് മാറിയോണ്ട് എനിക്ക് ഇനി അതിൽ കൂടുതൽ സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നു. വാഴക്കാലം പരിസര പ്രദേശമായിട്ട് കുഴപ്പമില്ല. ഇല്ല, ഇത് വേറെ സ്ഥലമാണ്. ഓക്കെ, ബെറ്റർ കുക്ക്. ഗ്രേസ് സ്നേഹത്തോടെ ഈ ഒരാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ വയറ് വഴി കയറാതെ പറയുന്നുണ്ട്. നമ്മൾ ആഹാരം നല്ലത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ്, ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ്. പക്ഷെ എന്തായാലും പറയാനും പറ്റൂല. ഇല്ല, അത് പ്രശ്നമല്ല, അത് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഗ്രേസ് ഒരു പ്രാവശ്യം ഇപ്പം മിക്കവാറും ഗ്രേസ് വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും കഴിക്കാൻ വരാൻ പറഞ്ഞ്. ഇത് ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാന്ന് പറയും. നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ അത് ചിലപ്പം വന്ന് മറ്റേ തലപ്പാക്കട്ടി ബിരിയാണി ആയി പോകും. അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതാണ്. അപ്പം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രേസും അമ്മയൊക്കെ അവർ വിളിക്കും, ഇത് ഇന്ന സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണേലും അത് മറ്റെന്തോ ആകുമെങ്കിലും കഴിക്കാൻ നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ എബിയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അതിനൊക്കെ അത്ര എത്താനൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ കുക്ക് ചെയ്യണത് ഈ ബേക്കിംഗ് സാധനം, കേക്ക്സ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പം അത് അമ്മ കുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ അങ്ങോട്ട് കൊടുത്തു വിടും. അപ്പോൾ പക്ഷെ പേരൊന്നും ഞാൻ പറയത്തില്ല. കഴിച്ചു നോക്കിയിട്ട് അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതാണ് അതിന്റെ സാധനം, അതാണ് സംഭവം. പേര് ഗസ് ചെയ്യൂ, എന്താണ് പേര്? അപ്പൊ ഒരു സംഭവം പറയും, അത് തന്നെ. പക്ഷെ എന്നെ കുക്കിന്റെ കാര്യത്തിൽ എന്നെ നമ്പാൻ പറ്റില്ല കേട്ടോ. എനിക്ക് മൂടുണ്ടെങ്കിലേ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണ എല്ലാം പാളിപ്പോ. അത് അങ്ങനൊക്കെ പറയുമെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഒരാഴ്ച അല്ലെ 2 ആഴ്ചക്കുള്ളിൽ അത് ഉണ്ടാക്കണം. അത് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ. അപ്പൊ അമ്മ ആദ്യം പറയും, അതെ ഞങ്ങൾ പരീക്ഷിക്കണ്ട, അവനെ വിളിച്ച് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവരാണ് എന്റെ സ്ഥിര ഈ പെട്ടെന്ന് വീട്ടിലുള്ള ഒരു സാധനം വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ അങ്ങനെ അറിയുന്നതാണോ? എഗ്ഗ് വെച്ച് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. കാരണം ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എഗ്ഗിന്റെ പല ഒരു സാധനത്തിനെ കഴിച്ചാൽ നമുക്ക് മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പല സംഭവങ്ങൾ അതെന്റെ ട്രെയിനർ പറഞ്ഞങ്ങനെ ചെയ്യുന്നതാണ്. എബി എപ്പോ കൊടുത്താലും ഏത് പാത്രത്തിൽ കൊടുത്താലും കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കും? എപ്പോ ആണെങ്കിലും ഓക്കെയാണ്. കപ്പ ബിരിയാണി, ബീഫൊക്കെ ഇട്ട് കോട്ടയം പുള്ളിക്കാരനല്ലേ, അതുകൊണ്ട് കപ്പ ബിരിയാണി കൊടുത്ത് എപ്പോ കൊടുത്താലും അത് രക്ഷയാണ്. ഇടുക്കി കോട്ടയംകാരുടെ വികാരമാണ് കപ്പ, ചക്ക, ചക്കപ്പുഴുക്ക്, അതൊക്കെ ഒരു വീക്ക്നെസ് ആണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കുവോ? ഞാനോ? ഇല്ല. പഠിക്കണം. പഠിക്കാം പക്ഷെ